CPM അതിനെ എപ്പോഴും ന്യായീകരിക്കുന്നുണ്ട്, ചർച്ചകളാകാം, ബോധ്യപ്പെടുത്താം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ PM ശ്രീയിൽ CPI എന്തായിരിക്കും, എങ്ങനെ നീങ്ങുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. CPM എങ്ങനെയായിരിക്കും ഈ അനുനയത്തിനുള്ള ശ്രമങ്ങൾ ഇനി തുടരുക എന്നുള്ളത് പറയേണ്ടതുണ്ട്. അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അവരുടെ തന്നെ വകുപ്പിൽ ഇത്തരത്തിൽ, അതായത് കാർഷിക സർവകലാശാലയിൽ ഇത് നടപ്പാക്കി എന്നുള്ള വാർത്തകൾ വരുന്നത്. സ്വാഭാവികമായിട്ടും മന്ത്രി പി പ്രസാദ് ഇതിൽ പ്രതികരിക്കേണ്ടതാണ്. ഇതിലുള്ള പ്രതികരണം ഇല്ലെങ്കിൽ CPIയുടെ വിശദീകരണം ഏത് തരത്തിലായിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയൻ, കേൾക്കാമോ? തന്നെ തീർച്ചയായും അതിൽ ഇനി CPIയുടെ ദേശീയ നേതൃത്വത്തിനും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനും ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ടി വരും. കാരണം വലിയ തരത്തിലുള്ള പ്രതിസന്ധി LDF-ൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDF-ൽ ഉൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ PM ശ്രീ വിഷയത്തിൽ CPI ഒരു കടുത്ത നിലപാടെടുത്തത്. അതിന് വലിയ അംഗീകാരം കിട്ടുകയും ചെയ്തിരുന്നു. അതായത് ദേശീയ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന PM ശ്രീ അതിനെ CPM അതിൽ ഒപ്പിട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണം CPIയുടെ ഭാഗത്തുണ്ടാവുകയും അതിനെതിരായ ശക്തമായ നിലപാട്, നയവ്യതിയാനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്ത പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ അതിന്റെ മന്ത്രിസഭാ അംഗമായിട്ടുള്ള പി പ്രസാദിന്റെ വകുപ്പിൽ തന്നെ ഇത്തരത്തിൽ കാർഷിക വകുപ്പിൽ ഒരു തരത്തിലുള്ള അക്കാദമിക് യോഗ്യതയും മാനദണ്ഡമാക്കാതെ പ്രൊഫസർഷിപ്പ് നൽകുക എന്നുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പദ്ധതി അത് നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പല ആളുകളും ഈ പ്രൊഫസർഷിപ്പിലേക്ക് എത്തിയെന്നൊക്കെ പറയുമ്പോഴും പക്ഷേ ഇതിന്റെ മാനദണ്ഡം എന്താണ് ഈ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രൊഫസർഷിപ്പ് കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതേ നിലവാരത്തിൽ തന്നെ ഈ പറയുന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ, മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ സംഘിവൽക്കരണം ഒക്കെ നടക്കാം, ഈ സംഘപരിവാർവൽക്കരണം ഒക്കെ നടക്കാം. അങ്ങനെ കൂടി കാണേണ്ട ഒരു വിഷയത്തിലാണ് ഏകപക്ഷീയമായി മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാതെ ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള തീരുമാനം 2023 തന്നെ എടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് രേഖകളാണ്, ആ രേഖകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ PM ശ്രീ പദ്ധതിക്കെതിരെ നിലപാട് എടുത്ത CPIക്ക് ഇക്കാര്യത്തിൽ മറുപടി പറയാതെ പോകാൻ കഴിയില്ല. കാരണം അതിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ CPM-മായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി CPIയുടെ വകുപ്പ് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്, ആ തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പി പ്രസാദാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി പ്രസാദാണ് ആദ്യത്തെ, അതായത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല, CPIയുടെ എതിർപ്പ് അതിൽ ഉണ്ട് എന്നുള്ള കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ആദ്യം അറിയിച്ച ആൾ പി പ്രസാദാണ്. അതിന് കാരണമായി പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണിത്, അത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നുള്ളതായിരുന്നു പി പ്രസാദിന്റെ ഇക്കാര്യത്തിലുള്ള വാദം. ആ വാദങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ് ഈ കാർഷിക വകുപ്പിൽ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർഷിപ്പുമായി ബന്ധപ്പെട്ട ഈ വാർത്ത എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും ഇവർക്ക് മറുപടി പറയേണ്ട ഘട്ടത്തിലേക്ക് എത്തും.